നമസ്കാരം. കേരളനാഥം റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രകൃതി ദുരന്തങ്ങളിൽ ധനസഹായം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. പട്ടികയിൽ കേരളത്തിന്റെ പേരില്ല. പ്രകൃതി ദുരന്തങ്ങളിൽ 675 കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പട്ടികയിൽ കേരളത്തിന്റെ പേരില്ല. ഗുജറാത്ത്, മണിപ്പൂർ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അസം, മിസോറാം, കേരള, ത്രിപുര, നാഗാലാൻഡ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ ഇത്തവണ ശക്തമായ മഴയും പ്രളയവും മണ്ണിടിച്ചിലുമാണ് നേരിട്ടത്. വ്യാജ ഡോക്ടറുടെ ചികിത്സയിൽ രോഗി മരിച്ചു. കടലുണ്ടി കോട്ടക്കടവ് TMH ആശുപത്രിയിലെ വ്യാജ ഡോക്ടർ അബു എബ്രഹാം ലൂക്കിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയ പൂച്ചേരിക്കടവ് സ്വദേശി വിനോദ് കുമാറാണ് വ്യാജ ഡോക്ടറുടെ ചികിത്സയ്ക്കിടെ മരണപ്പെട്ടത്. വിനോദ് കുമാറിന്റെ മരുമകളാണ് വ്യാജ ഡോക്ടറെ തിരിച്ചറിഞ്ഞത്. ഇയാൾ സമാന പേരുള്ള മറ്റൊരാളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി 9 ആശുപത്രികളിൽ ജോലി ചെയ്തതായും കണ്ടെത്തി. പി ശശിക്കെതിരെ പാർട്ടി നൽകിയ പരാതി പുറത്തുവിട്ടു PV അൻവർ. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും പങ്കുണ്ടെന്നുള്ള പരാതി പുറത്തുവിട്ട് MLA PV അൻവർ. സാമ്പത്തിക തർക്കത്തിൽ ഇടനിലക്കാരനായി നിന്ന് P ശശി ലക്ഷങ്ങൾ തട്ടുന്നതായാണ് P അൻവറിന്റെ പ്രധാന ആരോപണം. ചില കേസുകളിൽ P ശശി ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയെന്നും PV അൻവർ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്ന പരാതിക്കാരികളുടെ ഫോൺ നമ്പറുകൾ ശശി വാങ്ങുമെന്നും സ്ത്രീകളെ വിളിച്ച് ശൃംഗാരഭാവത്തിൽ ഇടപെടുന്നുവെന്നും പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കോടിയേരി ഓർമ്മയായിട്ട് 2 വർഷം. CPM സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ 2ാം ചരമവാർഷികം ഇന്ന്. പ്രതിസന്ധികളിൽ പാർട്ടിയെ ഉലയാതെ കാക്കുന്ന, ദിശാബോധം തെറ്റാതെ മുന്നോട്ട് നയിക്കുന്ന നേതാവായി കോടിയേരി നിലകൊണ്ടുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. ചരമവാർഷികത്തോടനുബന്ധിച്ച് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ അർദ്ധകായ വെങ്കല പ്രതിമ അദ്ദേഹത്തിന്റെ സ്വവസതിയിൽ സഖാവ് പിണറായി വിജയൻ അനാച്ഛാദനം ചെയ്തു. മലപ്പുറത്തെ അപമാനിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ വൻ വിമർശനം. സ്വർണ്ണക്കടത്തിലൂടെയും ഹവാലയിലൂടെയും മലപ്പുറത്തെത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കുള്ളതാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് സംഘടനകൾ. മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചെന്നാണ് ആരോപണം. ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. ബംഗാളിൽ നിന്നും ചെന്നൈയിലേക്ക് എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി പട്ടിണി കിടന്ന് മരിച്ചു. 5 ദിവസം പട്ടിണി കിടന്നതിനെ തുടർന്ന് ബംഗാളിൽ നിന്നും തൊഴിലന്വേഷിച്ച് ചെന്നൈയിലെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി സമർ ഖാന് ദാരുണാന്ത്യം. 12 പേരടങ്ങുന്ന സംഘമാണ് ബംഗാളിൽ നിന്നും ചെന്നൈയിലെത്തിയത്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാളുടെ നില ഗുരുതരമാണ്. ജോലി ലഭിക്കാതെ ജീവിത സാഹചര്യം വളരെ മോശമായതിനു പിന്നാലെയാണ് ഇവർ ബംഗാളിൽ നിന്നും ചെന്നൈയിലെത്തിയത്. ഇന്നത്തെ റൗണ്ടപ്പ് അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.